Hi all friends, welcome to MTM Political Talk. നമ്മൾ ഇന്ന് ഡൊണാൾഡ് ട്രംപും ഇലോൺ മാസ്കും ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നല്ലോ. കഴിഞ്ഞുപോയ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് സ്ഥാനാർത്ഥിയായ തെരഞ്ഞെടുപ്പിൽ കാര്യമായി സഹായിച്ചതും അതിനുവേണ്ടി പ്രയത്നിച്ച ഒരാളുമാണ് ഇലോൺ മാസ്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പ്രത്യേക പദവി നൽകി സർക്കാർ തലത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്. എന്നിട്ടും ഇപ്പോൾ അവർ തമ്മിലുള്ള അസ്വാരസ്യം കാരണം അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇലോൺ മാസ്ക് പുതിയ ഒരു പാർട്ടി തന്നെ രൂപീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇലോൺ മാസ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വയം പര്യാപ്തതായുള്ള ഒരു ബിസിനസ്സുകാരനാണ് എല്ലാ രംഗങ്ങളിലും. അതുപോലെ തന്നെയാണ് ട്രംപും. അദ്ദേഹവും അമേരിക്കൻ പ്രസിഡന്റ് എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ സ്വയം പര്യാപ്തതയുള്ള ഒരു ബിസിനസ് മാനാണ്. അപ്പോൾ രണ്ടുപേരും ചെറുകിടക്കാരല്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ രണ്ടുപേരും ഒരു തെറ്റിപ്പിരിഞ്ഞു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലോൺ മാസ്ക് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെ അങ്ങ് രൂപീകരിച്ചിരിക്കുകയാണ്. അതാണ് അമേരിക്കയിലെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാനുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ അമേരിക്കയിൽ രണ്ട് പാർട്ടികൾക്കാണ് പ്രാധാന്യമുള്ളത്. അവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കാര്യമായി രണ്ട് പാർട്ടികളാണ്, ഡെമോക്രാറ്റിക് പാർട്ടികളും റിപ്പബ്ലിക് പാർട്ടി. ഇവർ മാത്രമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്താറുള്ളത്. പാർട്ടികൾ ഒരുപാട് അവിടെ ഉണ്ട് എങ്കിലും അതൊന്നും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് എത്താറില്ല. ലാസ്റ്റ് റൗണ്ടിലും അവസാന മീഡിയ റൗണ്ടിലും ഒന്നും എത്താറില്ല. അവരുടെ തെരഞ്ഞെടുപ്പ് രീതി അങ്ങനെയാണല്ലോ, ഒരു ഒന്നിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പല്ലല്ലോ, ഘട്ടം ഘട്ടമായിട്ടാണല്ലോ അവർ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവരുടെ ഈ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ആദ്യ റൗണ്ടിൽ തന്നെ ഔട്ടാകുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിന്തുണ കൊടുക്കുക, ഈ ഒരു സമ്പ്രദായമാണ് അവിടെയുള്ളത്. ഇപ്പോൾ അവിടെ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഡെമോക്രാറ്റും റിപ്പബ്ലിക്കും ഈ രണ്ട് പാർട്ടികൾ തന്നെയാണ് ഇതുവരെ അവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, കോൺഗ്രസ് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തലത്തിൽ ഭരണത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ്, ഇതിലൊന്നും ഈ ഡെമോക്രാറ്റും റിപ്പബ്ലിക്കും പാർട്ടികൾ ഒഴികെ വേറെ ആരും ഇതുവരെ അവിടെ അധികാരത്തിലില്ല. അതാണ് അവിടുത്തെ വേറൊരു പ്രത്യേകത. പാർട്ടികൾ ഒരുപാടുണ്ട്. ലിബറേറിയൻ പാർട്ടി, ഗ്രീൻ പാർട്ടി, കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടി, അമേരിക്കൻ സോളിഡാരിറ്റി പാർട്ടി, വെർബം പാർട്ടി, അങ്ങനെ ഒരുപാട് പാർട്ടികൾ അമേരിക്കയിലുണ്ട്. പാർട്ടികൾക്കൊരു പഞ്ഞവുമില്ല. പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പാർട്ടികൾക്ക് മാത്രമാണ് സ്വാധീനം എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഈ പുതിയ പാർട്ടിയുടെ രൂപീകരണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നതിനായി അമേരിക്ക പാർട്ടി രൂപീകരിക്കുന്നു എന്ന് എക്സിൽ അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്കും സ്വന്തമായി പ്ലാറ്റ്ഫോമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുള്ള ആളുകളാണ്. ട്രംപിനെ ട്രൂത്തെന്നും മാസ്കിന് എസ്കെന്നും സ്വന്തമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ലോകമൊട്ടുക്കും ഉള്ള ജനങ്ങൾ വീക്ഷിക്കുന്ന പ്ലാറ്റ്ഫോമുള്ള ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നതിൽ ലോകമൊട്ടുക്കും അറിയുന്നതിന് നിമിഷങ്ങളെ വേണം. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച മാസ്ക് ട്രംപ് ഭരണകൂടത്തിന്റെ തുടക്കത്തിൽ ഗവൺമെന്റ് എഫിഷ്യൻസ് വകുപ്പിന്റെ ബോർഡ് തലവനായും പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ട്രംപ് ഒപ്പുവെച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന നികുതി ഇളവ് ബില്ലിനെ മാസ്ക് ശക്തമായി എതിർത്തതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാവുകയായി. ഈ ബില്ലിനെ പിന്തുണച്ച നിയമനിർമ്മാതാക്കളെ പുറത്താക്കാൻ തന്റെ സമ്പത്ത് ഉപയോഗിക്കുമെന്ന് മാസ്ക് പ്രതിജ്ഞ എടുത്തിരുന്നു. മാസ്കിന്റെ കമ്പനികൾക്കുള്ള ഫെഡറൽ സബ്സിഡികൾ നിർത്തലാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി
പിരിമുറുക്കങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി. മറുപടി മാസ്ക് പുതിയ പാർട്ടി രൂപീകരിക്കുക എന്നതിലാണ് അവസാനിച്ചത്. നിയമ നിർമ്മാണത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. പാർട്ടി പ്രഖ്യാപനത്തിന് മുന്നോടിയായി US സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മാസ്ക് ആക്സിൽ ഒരു സർവേ നടത്തിയിരുന്നു. 2 നൂറ്റാണ്ടുകളായി US രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്ന ത്രികക്ഷി സംവിധാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 12 ലക്ഷത്തിലധികം പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ഇതൊക്കെയാണ് ഈ പാർട്ടി രൂപീകരിക്കുവാൻ അദ്ദേഹത്തെ ഒരുപാട് പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഗവൺമെന്റ് ഒഫീഷ്യൽസ് വകുപ്പിന്റെ തലവനായി ചെലവ് ചുരുക്കലിനും ഫെഡറൽ ജോലികൾ വെട്ടിക്കുറക്കലിനും സ്വാതന്ത്ര്യം നൽകിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായത്. ബില്ലിനെ വിമർശിച്ച ട്രംപ് മാസ്കിനെ നാടുകടത്തുമെന്നും ഒരു ഭീഷണി മുഴക്കുകയും ഒക്കെയുണ്ടായി. ബിസിനസ്സുകാർക്കുള്ള ഫെഡറൽ ഫണ്ടുകൾ പിൻവലിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. 2002 മുതൽ US പൗരത്വമുള്ള മാസ്കിനെ നാടുകടത്തുമെന്നത് പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് മാത്രമാണ് പ്രസിഡന്റ് ആവാൻ സാധിക്കുകയില്ല അവിടുത്തെ ഭരണഘടന അനുസരിച്ച്. അപ്പോൾ ട്രംപിന്റെ പാർട്ടി ഇനി അത്ഭുതങ്ങൾ സംഭവിച്ച് അധികാരം പിടിക്കുകയാണെങ്കിലും ഭരണത്തിലെത്തിയാലും മാസ്കിന് പ്രസിഡന്റ് ആകുവാൻ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഭരണഘടന അനുസരിച്ച് സാധ്യമല്ല. കാരണം അവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് മാത്രമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും പ്രസിഡന്റ് ആകുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പുതിയ പാർട്ടിയുടെ രൂപീകരണം 2008 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. 2028 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടി, അതാണ് ഈ മേൽപ്പറഞ്ഞ വിഷയം ഞാൻ സൂചിപ്പിച്ചത്. 2028 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. മാസ്ക് സ്വയം സ്ഥാനാർത്ഥിയാകുമോ, പാർട്ടിയിലെ മറ്റു നേതാക്കൾ ആരൊക്കെയാണ് എന്നിവയെ കുറിച്ച് ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അമേരിക്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ അവിടെ ജനിച്ചു വളർന്നവർക്ക് മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ സാധിക്കുകയില്ല, അല്ലാത്തവർക്ക് മത്സരിക്കാൻ സാധ്യമല്ല. ഏതായാലും ഒരു പുതിയ പാർട്ടി അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അധികാരത്തിലേക്കൊന്നും എത്തുവാൻ അമേരിക്ക എന്ന് മാത്രമല്ല മറ്റൊരു സ്ഥലത്തും സാധ്യമല്ല എന്ന് തന്നെയാണ് അതോടുകൂടി മനസ്സിലാക്കാനുള്ളത്. പിന്നെ അവിടുത്തെ ഭരണഘടന അനുസരിച്ച് അവിടെ ജനിച്ചു വളർന്നവർക്ക് മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി രൂപീകരണം കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. പാർട്ടി രൂപീകരിച്ചു, അതിലെത്ര ആൾക്കാർ ഇനി അതിലുണ്ടാവും എന്നൊക്കെ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പാർട്ടിയുടെ ശക്തി എന്തായിരിക്കും, എന്താണ് അതിലെ എത്ര ആളുകൾ അതിൽ ചേരും, എത്ര കാലം പാർട്ടിയുമായി മുന്നോട്ട് പോകും, ഇതൊക്കെ അത് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യമല്ല. തീർച്ചയായും ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു എന്നത് ഒരു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പറയത്തക്ക നേട്ടങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഇനി പറയാനുള്ളത്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. വിഷയം താങ്കൾക്ക് ഇഷ്ടമായാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്തൊരു വിഷയവുമായി സന്ധിക്കും വരെ വണക്കം. നന്ദി, നമസ്കാരം.